ചില ആൾക്കാരുണ്ട് പല വീട്ടിലും ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങുന്ന നേരത്ത് പോവാ. ഞാൻ പള്ളിക്കൊക്കെ നോക്കില്ല. പള്ളിക്കൊക്കെ പിന്നെ പോകാൻ തന്നെ പറയണതേ. ഇപ്പച്ചിക്ക് ഓർമ്മയില്ലല്ലോ വെള്ളിയാഴ്ചയാണെന്നൊന്നും. അയ്യോ ഓടല്ലടാ മോനെ മോനെ എടാ മോനെ ഓടല്ലടാ എടാ മോനെ. അത് പിന്നെ എന്നുള്ളതാണ്. എനിക്ക് എവിടേലും പീടിക്ക് പോവാണ് അപ്പ തുടങ്ങോള്. വാഷിംഗ് ലിക്വിഡ് തറവാട്ടുകാരെ വണ്ടി മരുതീനി ഗ്യാസ് നിക്കണേ. തറവാട്ടുകാരൻ്റെ തോട്ടങ്ങള് എന്താണ് നിലം തുടക്കുമ്പോ കുട്ടീനെ നോക്ക. അതിനാണ് എന്നെ സ്കൂൾക്ക് പറഞ്ഞേക്കാതെ അവിടെ നിർത്തിക്കുന്നത്. കൊട്ടത്തളങ്ങൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. പിന്നെ രാത്രി ചില മഹാമൂരാച്ചിയുടെ ചില താത്താർ ചെയ്യൂല. ഞാൻ രാത്രി അതിൽപ്പെട്ടാണ് ഇവളൊക്കെ അതിൽപ്പെട്ട മൂപ്പര് പരിപാടി മനസ്സിലായി. എനിക്ക് പെണ്ണുങ്ങളോട് കേട്ട് ഓലെ പെണ്ണുങ്ങളെ പുകയത്തുക. അതായത് എന്നോട് എന്താ പറഞ്ഞ് നിങ്ങൾക്കൊന്നും പിഞ്ച മാതിരി അല്ലല്ലോ, നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ലേ. നമ്മളെ വ്ളോഗ് കണ്ടാണ് നിങ്ങളോട് ആരെങ്കിലും ഒക്കെ അഭിപ്രായം ആ വ്ളോഗിൽ കണ്ടിരുന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തോലോട് പറയണ്ടേ? ഞാൻ കൊടുത്ത ആളാണ്. ആ ചങ്ങായി സൂപ്പറാട്ടോ, നല്ല സ്വഭാവം, നല്ല വിദ്യാഭ്യാസം ഉള്ളൊരു ചെറുക്കം. അമേരിക്കയിലൊക്കെയാണ് അവന് വീഡിയോ ചെയ്യല് എന്നൊക്കെ പറഞ്ഞോണ്ടി. അപ്പൊ നമ്മളെ മുബാറക്കൊക്കെയാണ് വയറിങ് ചെയ്തിനതേ. മുബാറക്ക് ഇപ്പൊ ലൈറ്റ് ഒന്നും കത്തണില്ല. ലാവല്ലാതെ വയറിങ്ങാണോ? ഹലോ ഗായ്സ്. അപ്പൊ ഗായ്സ് ഇന്ന് രാവിലെ തന്നെ നമ്മളെ അവിടെ പോകാനായിട്ടില്ല, നമ്മളെ ബസ് വരുന്നുള്ളൂ. ബൽ തന്നെ അയ്യോ ഓടല്ലടാ മോനെ മോനെ എടാ മോനെ ഓടല്ലടാ എടാ മോനെ ഓടല്ലേ. അപ്പൊ ഗായ്സ് ഇന്നത്തെ നമ്മളെ പ്രത്യേകത എന്താ വെച്ചാലേ ഇനി നമ്മളെ ഇബ്രാഹിം സ്കൂൾക്ക് പോണില്ല. എവിടുക്കാടാ? എന്ത് ഞങ്ങൾക്ക് സ്കൂളില്ല. സ്കൂളില സ്പോർട്സ് ആണ്. രണ്ടാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ സ്പോർട്സ് ആണ്. സ്പോർട്സാ തന്നെ. പക്ഷെ ഓനൊന്ന് രാവിലെ മടിയുണ്ടോ ഒറ്റക്ക് പോവാൻ? നീച്ചിട്ടില്ല ഇനി. പിന്നെ ഞാന് കൊറേ വിളിച്ചിട്ട് നീച്ചിട്ടില്ല. അതിൽ ഞാൻ പോയി വാതിലടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ് വാതിലടിച്ച്. പിന്നെ ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിങ്ങാണ്ട് ഇങ്ങനെ നീച്ചിരുന്നു. എന്താണ് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇബ്രു പോയിട്ടില്ലെങ്കിൽ ഇബ്രു പോയിട്ടില്ല എഴുതിച്ച് പോക്കാതെക്കാൻ പറ്റുമോ, എന്റെ പരീക്ഷക്ക് ആരാ ഇതല്ലോ ചോദിച്ച്. അപ്പൊ ഞാനാണ് പറഞ്ഞത്, ഓനാണ് എന്നുള്ളത്. അപ്പൊ ഇജ്ജ് പോണം എന്നാലേ പഠിച്ചാൻ കഴിയുള്ളൂ. പിന്നെ മടിയൊന്നും മാറിയിട്ടില്ല. ഞാൻ ചെയ്തിക്കണം. ബസ്സിൽ ആരില്ലല്ലേ, LKG കുട്ടികളും സ്പോർട്സിനുള്ള കുട്ടികളും ഉണ്ടാവും. ഈ ഇബ്രാഹിമാണ് സ്പോർട്സിനൊന്നും കൂടൂലേ? ഇബ്രാഹിമേ സ്പോർട്സ് ആയിട്ടില്ല ഓൽക്ക്. അതാണ് 2ാം ക്ലാസ്. ഇനി എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സ്പോർട്സ് ആയിട്ടില്ല. പിന്നെ വലിയ കുട്ടിയാക്കാണ്. ഞാൻ 1ാം ക്ലാസ് ആണ്. 2ാം ക്ലാസ് തൊട്ടാണ് തുടങ്ങുന്നത്. ഓൽക്ക് സ്പോർട്സ് ആയതുകൊണ്ടേ ടീച്ചേഴ്സൊക്കെ ഓല ടീച്ചേഴ്സൊക്കെ അവിടെ അല്ലേക്കാരം. 1ാം ക്ലാസ്സുകാർക്ക് മാത്രം ക്ലാസ് എടുക്കാൻ പറ്റുമോ? പിന്നെ സ്പോർട്സിന് കൂടുതലുണ്ടോ? കിട്ടിയല്ലോ. എന്തിന് ചാടി കളിക്കോ? അല്ല, എന്തോ ഒരു കമ്പ് പിടിച്ചിങ്ങനെ ഓടുന്നു. റിലേ. 4-5 ആളുള്ള പരിപാടിക്ക് ഒരു വലിയൊരാളുണ്ട്. റിലേന് മിക്സ് ചെയ്യിക്കാരല്ലേ? LKGയും 1ാം ക്ലാസ്സും ഒക്കെ അരഞ്ഞുണ്ടാവുക ചിലപ്പോ. സ്പോർട്സ് LKG UKG. ആ കുട്ടി കമ്പ് തരാതെ ഇങ്ങനെ കൂട്ടേക്ക. ഞാൻ താത്താ പറഞ്ഞിട്ട് ഓൻ ഇങ്ങനെ കുടിച്ചു. ഞാനത്തെ ഓൻ തന്നേക്കണ ഞാൻ വേഗം ഓടി. ഞാനാ ജയിച്ചത്. പക്ഷെ അതില് ഓരോരുത്തർക്കും ഓനക്ക് ഓട്ടോ ഉണ്ടേ. അതിനും കിട്ടിക്കുന്നു സെക്കൻഡ് ആയിട്ട് 50.
ഓട്ട മത്സരത്തിലൊക്കെ കുട്ടി ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടുമോ? നിങ്ങൾക്ക് ഈ ബെൽക്കോ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് കിട്ടാൻ സാധ്യത ഉണ്ടേ. കാരണം ഇവര് എൻ്റെ അടുത്ത് എന്തെങ്കിലും കച്ചറാട്ടിയാണ് അടുക്കളയിൽ നിന്ന് ഡൈനിങ് ഹാൾക്ക് പെരുമ്പാച്ചിലല്ലേ പായല് നിങ്ങൾ വടി കൊണ്ട് പിന്നാലെ കൂടുമ്പോ ജിബ്രാനാണ് ഓട്ടത്തിന്റെ ആള്. സ്റ്റെപ്പൊക്കെ കയറി മേലക്ക് പോയി ഒളിച്ചു കണ്ട പയാടിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാ സ്വഭാവമാണെങ്കിലോ ഇങ്ങനെ പീപ്പിച്ചും കൊണ്ടാക്കാനോ. ചായയിലൊക്കെ ഡീസന്റ് ജിബ്രു തന്നെയാണ്. ഞങ്ങൾക്ക് എക്സസൈസ് പഠിപ്പിച്ചത് മൃഗത്തിന്റെ മൃഗത്തിന്റെ എക്സസൈസ്. എങ്ങനെ മങ്കി ഓരോ ആനിമൽസിന്റെ എക്സസൈസ് പഠിപ്പിച്ചു. കാണിച്ചോണ്ടാ. ഇത് താറാവ്. താറാവോ? പിന്നെ തവള ഇങ്ങനെ ചാടുന്നത്. ഇതൊക്കെ എലിഫന്റ്, ജിറാഫ്. പിന്നെന്തേനു ഹോൾസ്, കുതിര. സിംഹത്തിന്റെ ഇല്ല ഇപ്പച്ചിന്റെ എക്സസൈസ്. മങ്കിണ്ടോ? മങ്കല്ലേ ഇത്. ഡോങ്കി. കഴിഞ്ഞോ? ഞാൻ പല്ലേച്ചിട്ടില്ലേ. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ പല്ലേക്കാതെ കേട്ടോ. അപ്പൊ നമ്മളിന്ന് ഞാൻ നീച്ചപ്പോ തന്നെ ഞാൻ ഇന്നലെ ട്രിവാൻഡ്രമൊക്കെ പോയിങ്ങാണ്ട് കുറച്ച് തിരക്കായി പോയി അല്ലേ. ട്രിവാൻഡ്രം കാര്യങ്ങളൊക്കെ പോയിങ്ങാണ്ട് ബിസി ആയിപ്പോയി. ഇന്നലെ ആ ട്രിപ്പിലായിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ ഇന്നലെ രാത്രി 2 ദിവസമായിട്ട് ട്രിപ്പിലായിരുന്നു. ഇന്നാണിപ്പോൾ ഇന്നലെ രാത്രി വന്ന് ഉറങ്ങി ഇന്നിപ്പോൾ നീച്ചപ്പോൾ തന്നെ വ്ളോഗ് ഇടുക. കാരണം നമ്മൾ ഇനിയിപ്പോൾ പഴയ പോലെ അല്ലല്ലോ, നമ്മൾ വ്ളോഗൊക്കെ സ്ഥിരമായിട്ട് ഇടാന്നില്ല വാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് വന്നു. അതേപോലെ ലൈവിന് 2 ദിവസം ഗ്യാപ്പ് വന്നു അല്ലേ. അപ്പം ഇന്ന് മുതൽ എന്നും വീഡിയോ ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ഉച്ചക്ക് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇതൊന്ന് ഉച്ചക്ക് കിട്ടും. അത്രയും ഫ്രഷ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യണത് അല്ലേ. വെള്ളിയാഴ്ച ബീഫ് കൊണ്ടുവരണല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ബീഫ് കൊണ്ടുവരാൻ പോവാ കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് ബീഫും കൂട്ടി ചോറുന്നാൻ. വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് ബീഫ് ഇല്ലെങ്കിൽ ഒരു ഇടങ്ങാറല്ലോ കുഞ്ഞോളെ. ഒരു ഗതിയേടാ. അപ്പം ഒന്നും അതായത് വെള്ളിയാഴ്ച ആണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകണെന്ന് ശരിക്കും ഉച്ചക്ക് ബീഫും ചോറും തിന്നുമ്പോളാ അല്ലേ. അപ്പൊ മനസ്സിലാകാതെ എങ്ങനെ പിന്നെ ബീഫ് കൊണ്ടുവരിക? അതെ, ഞങ്ങൾക്ക് പക്ഷെ നമുക്ക് രാവിലെ തന്നെ ഇടങ്ങേറ് ഇങ്ങനെ കുടുങ്ങും. എന്തോ ഒന്നൊരു ബീഫ് തിന്നാനുള്ളൊരു ത്വര, എന്താണ് ബീഫ് തിന്നാനുള്ളൊരു ത്വര എന്നിങ്ങനെ മനസ്സിലാവും തോന്നും. അപ്പം നമ്മൾ മനസ്സിലാക്കിയാൽ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന്. അപ്പോൾ ആയിക്കോട്ടെ ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ നിങ്ങളങ്ങനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പൊട്ടനാണ്. കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഉച്ചക്കല്ലേ, പിന്നെ എങ്ങനെയാണ് രാവിലെ തന്നെ നിങ്ങളുടെ ഇടങ്ങേറാക്കുന്നത്? എന്ത് ആമേലുണ്ടോ? അതുപോലെ തന്നെ ഗൈസ്, കുഞ്ഞോക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കുറേ സബ്സ്ക്രൈബേഴ്സ് പരാതി പറഞ്ഞു. 4 കുട്ടികളെയും പിന്നെ വീട്ടിലെ പണികളും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് മറുപടി ആയിക്കൊണ്ട് ഇതാ തറവാട്ടിൽ നിന്നും വേദിയിലേക്ക് കടന്നു വരുന്ന മാമ തറവാട്ട്. മാമ തറവാട്ട്. അടിച്ചുവാരൽ തുടക്കൽ, പിന്നെന്താണ് മുറ്റമടിച്ചോരൽ, ബാത്റൂം ക്ലീനിങ്, കുട്ടികളെ നോക്കൽ കുഞ്ഞോൾ മാത്രം. അതിനൊന്നും കിട്ടൂല. അതായത് അവനാൻ കുട്ടികളെ തന്നെ നോക്കാൻ നേരില്ല എന്നാണ് മാമ പറയുന്നത്. അപ്പം നമ്മളെ മാമ വന്നിട്ടുണ്ട് വേദിയിൽ. പിന്നെ അതേപോലെ ഇന്ന് സോനുവിനെ സോനുവിന് സ്കൂളുണ്ടോ? പാലുണ്ടോ നിന്നിട്ടില്ലടി അവന്? അതേപോലെ ഇന്ന് നമ്മളെ സോനുവിൻ്റെ സാലറി ഡേ ആണ്. കാരണം അവന് 16-ാം തീയതി ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലല്ലോ.
അപ്പോൾ ഇന്നാണ് നമ്മളെ സാലറി കൊടുക്കുന്ന ദിവസം. അപ്പോൾ ഇന്ന് നമ്മൾ ഓൻ വന്നിട്ട് വേണം പിന്നെ ഓനക്കുള്ള സാലറി കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ അത് കൊടുക്കണമെങ്കിൽ ഇന്ന് നടക്കും തോന്നണില്ല. കാരണം ഇന്ന് ഓൻ ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ വിടുള്ളൂ. ഇത് ഉച്ചയ്ക്ക് ഇടേണ്ട വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ നിങ്ങൾക്ക് വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ നമ്മളെ സോനുവിന് സാലറി കൊടുക്കണതൊക്കെ. സോനൊക്കെ വെറുതെ റിച്ചായിട്ട് സ്നേഹം കൊണ്ട് വരുന്നതാണെന്ന് വിചാരിക്കണ്ട. കായാണ് കൊടുത്തിട്ടാണ് ഓനൊക്കെ ക്യാമറയും കൊണ്ട് ഇഞ്ച പിന്നാലെ നടക്കുന്നത്. പിന്നെ ക്യാമറ എടുക്കൽ പറഞ്ഞാൽ വെറും ക്യാമറമാനായിട്ടല്ല, അതിൽ കുട്ടികളെ വെക്കലുണ്ടാവും, സോഫ തുടക്കലുണ്ടാവും, ഗ്യാസ് പിടിച്ചലുണ്ടാവും. എന്താ നോക്കാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടതിൽ തന്നെ, ഡ്രോയിങ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇതില്. അപ്പൊ ഗൈസ് ഇത് നമ്മളെ ചിഞ്ചു ഇബ്രുവിന് ഗിഫ്റ്റ് കൊടുത്തതാണ്. പേപ്പർ ഗ്രിഡിന്റെ വലിയൊരു ഡ്രോയിങ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇബ്രുവിന് ചിത്രരചനയിലുള്ള ഓൻ്റെ കലാവാസന മനസ്സിലാക്കി ശ്രീ ചിഞ്ചു കൊടുത്ത ഒരു ഡ്രോയിങ് ബുക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇബ്രുവിന്റെ ചിത്രങ്ങളായിരിക്കും ഇതിലെ പ്രത്യേകത. ഇബ്രു ഇതൊക്കെ എന്തിനാ അറിയാം, എനിക്ക് ഓരോ ചിത്രം ഒരു ചിത്രം വരച്ചാൽ അവിടെ ഒന്നിടുക, ഒരു ചിത്രം വരച്ചാല് ഒന്നിടുക, അത് വരച്ച ഡേറ്റ് ഇടുക, സബ്ജക്റ്റ്, അത് ഏത് വിഷയമാണ് വരച്ചത്. ഇപ്പോൾ എന്തെങ്കിലും ആനനെ വരച്ച എലിഫൻറ്റ്, അങ്ങനെ ഇവിടെ മാർക്ക് എനിക്ക് എത്ര മാർക്കാണ് എനിക്ക് ഞങ്ങൾ തരുന്നത് ഇല്ല, ഇതിൽ ഞങ്ങൾ ഒപ്പ്. ഓക്കെ, അങ്ങനെ എത്ര ചിത്രങ്ങൾ വരക്കണവരോ 1 2 3 1 2 3 4 5 6 7 8 9 10 11 12 13 14 40 ചിത്രം വരക്കണം. 40 ചിത്രം. പക്ഷെ ഒരു പേജിൽ തന്നെ 4-5 ചിത്രം വരച്ചോണ്ട് ഞാനതന്നെ കരുതിയത്. എന്താ ഒരു പേജിൽ കുഞ്ഞു ചിത്രം വെച്ചിട്ട് അത് ഫുള്ളാവണ വരെ ഇങ്ങനെ വരച്ചതാക്കാം. പറ്റ കുഞ്ഞതാക്കും ചെയ്യരുത് കേട്ടോ. കാണണ അത്രാക്കും. ഞാൻ ആ ബുക്ക് കഴിഞ്ഞിട്ട് എടുക്കണുള്ളൂ. നല്ല കുട്ടിയാണ് ഇബ്രാഹിം. ഇബ്രാഹിമിന് ചിത്രരചനയിൽ ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അത് നമ്മളെന്താ വെച്ചാൽ കുട്ടികളെ ചെറുപ്പത്തിൽ ഓൽക്ക് എന്തെങ്കിലും കഴിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, പരിപോഷിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അതിനുള്ള വകുപ്പുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഓലെ പാഷൻ എന്താണ് അതിക്ക് തിരിച്ചു, അല്ലാതെ വെറും ഒരു തിലകം സ്ഫടികത്തിൽ കാട്ടുമാതിരി വെറും കണക്ക് മാത്രം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഓലെ കഴിവ് എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ എനിക്കൊന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം കിട്ടിയില്ല ചെറുപ്പത്തിൽ. ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കഴിവില്ല ആളാണ്, പക്ഷെ എൻ്റെ കഴിവുകൾ ആരും പരിപോഷിപ്പിക്കുക. ഇപ്പം ഞാൻ പാട്ട് പാടും, നിങ്ങൾക്ക് അറിയാലോ. കഴിവുകേടുകളാണ് പ്രോത്സാഹിപ്പിച്ചത്. അതിലാണ് ഇപ്പം ഞാൻ മികവ്. പിന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ മഞ്ജു വാര്യറെ സൈൻ ചെയ്തിട്ടുള്ളത് കണ്ടങ്ങള്. മഞ്ജു വാര്യർ സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് അബ്രുവിന്റെ സർട്ടിഫിക്കറ്റിൽ നമ്മളെ മഞ്ജു വാര്യർ സൈൻ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് ഫസ്റ്റ് ഓനക്ക് കിട്ടിയൊരു സംഭവമാണ് ഇത്. കളറിങ്ങിന് കൂടിന്, കളറിങ്ങിന് അതായത് എല്ലാവർക്കും കൊടുത്തിക്കണേ, പക്ഷെ എന്നാലും കൂടിയോൽക്കല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ല അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ല. അബ്രഹാം ഖുറൈശി ഞാൻ കരുതി എല്ലാവർക്കും കൊടുത്തിക്കണ അറിയുമ്പോൾ, അപ്പൊ പിന്നെ അതിനൊരു വില ഇല്ലല്ലോ. കണ്ട അബ്രഹാം ഖുറൈഷിക്ക് മഞ്ജു വാര്യർ സൈൻ ചെയ്ത് കൊടുത്ത സർട്ടിഫിക്കറ്റ് അത്. അപ്പൊ ഇതൊക്കെയെന്ന് പറഞ്ഞാല് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം അല്ലേ. അബ്രുവിന്റെ കാര്യത്തിലും തന്നെ നമ്മളൊക്കെ ഭയങ്കര അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഈ സംഭവമാണ്. ഒന്നുമില്ല, ഓനക്ക് മറ്റേ ഓൽക്ക് ടൂർ ഉണ്ടല്ലോ ഓലെ സ്കൂളിൽ നിന്ന്. അപ്പൊ അതിനൊരു ഫോം വന്നിക്കണ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഓൻ പറഞ്ഞു ഫില്ല് ചെയ്ത് തരണം പറഞ്ഞു. അപ്പൊ ഓന്റെ പുതിയ ഇന്ന് അതിലും ഫില്ല് ചെയ്ത് തരും. സ്കൂളിന്നോ? ഞാനൊക്കെ 10ാം ക്ലാസ്സിന് ടൂർ പോയിന്. അറിയാം എനിക്ക്. കാരണം ഇപ്പൊ പലരുടെ പൈസ അല്ലേ ഇനി അന്ന് എനിക്കറിയോ അവസ്ഥ. അവിടെ പൈസ അല്ല, ചില കുട്ടികൾക്കും പൈസ അല്ല, എന്നിട്ടും ഇങ്ങനെ വരണം പറഞ്ഞു. ചില കുട്ടികൾക്ക് പൈസ അല്ല എന്നിട്ടും വരണം പറയുന്നുണ്ട്. ആര്? ഓൻ്റെ ടീച്ചർ തന്നെ. പക്ഷെ നമ്മൾ പഴയ പോലെ ആക്കരുത് കേട്ടോ. കുട്ടികളൊക്കെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ റിസ്ക് എടുത്തിട്ടായാലും ടൂറൊക്കെ പറഞ്ഞേക്കുക.
കാരണം നമുക്കൊന്നും ഏതായാലും അങ്ങനെ ഒന്നാമത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്നുണ്ടാവുക +2 എന്നാണ്. അതന്നെ നമ്മൾ ചിലപ്പോൾ പൈസ അല്ലെങ്കിൽ ചിലപ്പോൾ പേര് കൊടുക്കുന്ന ദിവസം പോകാതൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ +2 പോയ ടൂറിന് നമ്മൾ മണലൊക്കെ കോരിയിട്ട് നമ്മൾ തന്നെ സ്വന്തം പൈസ ഉണ്ടാക്കിയിട്ടാണ് പോവുക. പക്ഷെ അത് നമുക്ക് ജീവിതത്തിൽ എന്നൊരു ഓർമ്മയാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികളെ LKG മുതൽ തന്നെ പഠനയാത്രയും വിനോദയാത്രയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതൊരു കണക്കിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് റിസ്ക് എടുത്ത് പൈസ ഉണ്ടാക്കി കൊടുത്ത് വിട്ടാലും കുട്ടികൾക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ കുട്ടികൾക്ക് നമുക്ക് കുറച്ച് വിവരവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. എന്റെ നിക്കാതെ കയ്യോളം ഞാൻ ട്രിപ്പ് പോയിക്കണേ. പക്ഷെ നിങ്ങളെ നിക്കാതെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ട്രിപ്പിന് പറഞ്ഞില്ല. +2 ട്രിപ്പ് പോണ്ടായിരുന്നു. പക്ഷെ അതിലേറെ വലിയ ട്രിപ്പുകൾ പിന്നെ ആരപ്പം പോയിക്കണേ? നിങ്ങളപ്പം പോയിക്കണേ. പക്ഷെ അതല്ലല്ലോ നമ്മളെ +2 അതൊക്കെ നിങ്ങളപ്പം തന്നെയാണ്. അത് ഇല്ലാന്ന് ഞാൻ പറയണ്ടോ? അതിഞ്ചമ്മാന്റെ ഒപ്പം അല്ല അറിയാൻ പറ്റും. അറിയണോ നിങ്ങളതെപ്പോഴാണ് അറിയണോ? നിങ്ങളെപ്പോഴാണ് അറിയണോ? ആണ് ഇജ്ജന്റെ ഉമ്മാനൊപ്പം തന്നെ ട്രെയിനിൽ കയറിയത് ആണ് തന്നെ ഞാൻ പറഞ്ഞത്. ഇജ്ജന്റെ ഉമ്മാനൊപ്പം തന്നെ ട്രെയിനിൽ കയറിയത്. പക്ഷെ ഓളെ ഉമ്മാനപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ ഇന്റെ ഒപ്പം കയറിയതോള് ഫ്ലൈറ്റിലാണ്. അത് മനസ്സിലാക്കണം. അതാണ് മാറ്റം. എന്താ മെച്ച് ഫ്ലൈറ്റ് കയറിയിട്ടില്ല ചോക്കെ ഇഞ്ചപ്പോ? ഒരു 5 ഫ്ലൈറ്റിലും കയറിയിട്ടില്ല ചോക്കെ എന്റെ മെച്ച്? ചോദിച്ചോക്ക്. ഞാനും ഡിഷി എത്ര ഫ്ലൈറ്റ് കയറിയിരിക്കണേ? നമ്മള് 5 ഫ്ലൈറ്റില്. പക്ഷെ ഞങ്ങളെ കോണ്ടാക്ട് ഇല്ലല്ലോ. അപ്പൊ 5 ഫ്ലൈറ്റ് ആവുള്ളൂ. ഒരു ഫ്ലൈറ്റ് തന്നെ ആകൂല കേട്ടോ. ഓലെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇൻഷാല്ലാ കുട്ടികളൊക്കെ വലുതായിട്ട് നമുക്ക് കുട്ടികളൊക്കെ വലുതായിട്ട് നമുക്ക് പോകണ്ടോ കുഞ്ഞോളെ. ഓലൊക്കെ പെരയിലാക്കിയാണ്ട് തറവാട്ടിലാക്കിയാണ്ട് അടങ്ങി നിക്കൂലേ. അപ്പൊ ഗൈസ് നമ്മള് ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നമ്മള് തറവാട്ടിൽ ഉമ്മാനടുത്തൊന്ന് പോകണം. കാരണം ഉമ്മാനെ തന്നെ ഞാൻ ടൂറ് പോയി വന്നിട്ട് കണ്ടിട്ടില്ല. ഉമ്മ അവിടെ ഉണ്ടാവട്ടോ. പോയോക്കണം എന്തായാലും. എടീ ഞാനേ ബീഫ് കൊണ്ടിട്ടോ പോയിട്ട്. കുട്ടീനെ എടുത്താ അതിനെടുത്താ കുട്ടികളെ ഓടിച്ച് ഞാൻ കാണിക്കാൻ പാടില്ല. ബീഫ് ഉണ്ട്. എനിക്ക് ഉച്ചക്ക് ഇറച്ചിയും കുട്ടി ചോറുന്നുണ്ടേ. നമ്മളൊക്കെ തറവാട്ടുകാരാണ് ടിഷ ബേബിയെ. മൂനിക്കൽ തറവാട്ടുകാരാണ് നമ്മള്. ഇപ്പൊ തറവാട്ടുകാരെ വണ്ടി മരുത്തിന് നിക്കണേ. തറവാട്ടുകാരൻ്റെ തോട്ടാണ്. ശരി എന്താണ് സാരല്ല. എന്നാ ശരി. അസ്സലാമു അലൈക്കും. ഞാൻ പോയോക്കട്ടെ. ബീഫ് കൊണ്ടുവരാം. ഓക്കെ. അത് പിന്നെ എന്നുള്ളതാണ്. എനിക്ക് എവിടേക്കെങ്കിലും പീടിക്ക് പോവാണ് അപ്പൊ തുടങ്ങോള്. വാഷിംഗ് ലിക്വിഡ് മറ്റത് ഇനി എന്താണ് പാത്രം കഴിക്കണത്? അല്ല ഈ ഇതൊക്കെ എങ്ങനെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ? എന്താ ചെക്ക് കാട്ടണേ? എന്താ ചെക്ക് കാട്ടല്? കത്തർക്കുത്തരം പറഞ്ഞ പ്രാവശ്യം മൂക്കിനെ ഇവിടുന്ന് പുറത്ത് കട ഇറങ്ങാൻ പറ്റൂല. കൈസ് ഇറങ്ങിയാ തുടങ്ങും. 1500 ഉറുപ്പിയക്ക് സാധനം കൊടുത്തിരുന്ന ഉള്ളിയും തക്കാളി ഒക്കെ പാടാം. ബേബിക്കോ കരുതിയോ? നോക്കണ്ട. ടിഷ് ബേബിക്ക് നമ്മളെ ഇനി നല്ല പ്രോട്ടീനുള്ള ഫുഡ് കൊടുക്കണം കുട്ടിക്ക്. ഉണ്ട്. ഞാൻ വാങ്ങിക്കണേ. ഓർഡർ ചെയ്ത സാധനം വന്നിക്കണേ. ഞാൻ കൊണ്ടുവരുന്നുണ്ട്. കൊറിയർ ഓഫീസിലുണ്ട്. DTDC അല്ലേ? ഞാൻ പോയോട്ടെ. അത് എന്താണ് അതിൻ്റെ ഡ്രസ്സല്ലേ? അബായേ. അപ്പൊ ഗൈസ് അങ്ങനെ ഞാനെന്നാ പോയോട്ടോ. ബീഫും കൂട്ടി ചോറുന്നണ്ടേ. ആരൊക്കെ ഉള്ളത്? നമ്മളെ പേരിലൊക്കെ അല്ലേ ബീഫ് ഇല്ലേ? പറഞ്ഞോട്ടോ. ഒരു നേരത്തെ ബീഫ് വാങ്ങി വെള്ളിയാഴ്ച ആയിട്ട് ഒരു നേരം ബീഫ് വാങ്ങാൻ പറ്റാത്ത ഏതെങ്കിലും
കുടുംബങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞോളി. വാണിയമ്പലം ഭാഗത്തൊക്കെ ഉണ്ട് നല്ല ബീഫ് കിട്ടുന്ന സ്ഥലം, അവിടെ പോയി വാങ്ങിയാൽ മതി. ഓക്കെ, എന്നാ ശരി. എന്ത് ബീഫിൻ്റെ ലിവറോ? അപ്പം അതിൻ്റെ ലിവർ കഴിക്കൂലേ? ചിക്കൻ്റെ കഴിക്കൂല? നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെ ബീഫിൻ്റെ ലിവർ കിട്ടുമെന്നാണ് കുഞ്ഞോളിന്ന് ചോദിച്ചത്. കിട്ടാൻ പ്രയാസമാണ്, കാരണം നമ്മളവിടെയൊക്കെ നാട്ടിൻപുറ അറിവുകളാണ്. അതൊക്കെ ലിവറൊക്കെ ഓൾറെഡി ഓരോരുത്തർ ഇങ്ങനെ ബുക്ക് ചെയ്ത് വെക്കും. പിന്നെ ടൗണിൽ പോകണം, ആദ്യം ബുക്ക് ചെയ്യണം. എന്നാലും ഞാൻ പോയോട്ടെ, കാരണം നമ്മളെ പെണ്ണുങ്ങളെ നമ്മളോട് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം പറയണതല്ലേ, ദിവസത്തിൽ ഒരു 25 വട്ടം എപ്പോഴെങ്കിലും. ആ ശരി കേട്ടോ, ഓക്കെ ഗൈസ്. അപ്പം അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച ബീഫ് ആയിട്ട് 1 കിലോ ലിവർ വാങ്ങിക്കണേ. 1 കിലോ ലിവറും 1/2 കിലോ ബീഫും. ബീഫ് ലിവർ ഇനി 2 നേരം വേണേ വെച്ചോ, എങ്ങനെയാ വെച്ചാൽ എൻ്റെ മട്ടൻ പോലെ. പിന്നെ ഗ്യാസ് പോയപ്പോ നിങ്ങൾക്ക് അറിയില്ല 2 സാധനം എന്നോട് പറയുന്നത്, കിഴങ്ങ്, പിന്നെ എന്താ പറയുന്നത്, തക്കാളി. ആ അത് 2 എണ്ണം പറയുന്നേ. അവിടെ എത്തിയപ്പോ കണി 1 കിലോ ചെറുള്ളി, 1 കിലോ വല്യുള്ളി, വാഷിംഗ് ലിക്വിഡ് പറഞ്ഞിന്. പിന്നെ ഇതെന്താണ് അടിയിൽ കംഫേർട്ട്, അതൊക്കെ കൂടിയതാണ്. പിന്നെ ഇത് എന്താ സോപ്പ്, പാത്രം കഴുകുന്നത്, അത് 2 എണ്ണം തന്നെ ഓള് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ പിന്നെ കോഴിമുട്ട, ഇതൊക്കെ പിന്നെ പറഞ്ഞതാ. അങ്ങനെ വർത്താനം പറഞ്ഞാണ്ടല്ലോ മനസ്സവിടെ അങ്ങോട്ടേ ഏട്ടങ്ങാറാവൂര്. ആ DTDC നല്ലൊരു കൊറിയറുണ്ട് കാരണം എല്ലാത്തിനും ഞാൻ ആളല്ലേ ഉള്ളൂ ഗൈസ്. ഇതൊരു കാര്യം മനസ്സിലാക്കണം ബ്രോ. അവിടെ നിലം തുടക്കുമ്പോ കുട്ടീനെ നോക്കുക. അതിനാണ് എന്നെ സ്കൂൾക്ക് പറഞ്ഞേക്കാതെ അവിടെ നിർത്തിക്കണേ. അല്ല അതിലെടുത്ത നീങ്ങട്ടെ. ആ ആ പോട്ടെ. അതിനിങ്ങനത്തെ സ്ഥലത്ത് എത്തിയാണ്ടല്ല മുട്ടത്തി പഠിപ്പിച്ചണ്ടേ ഈ ചന്തി അവിടെ അല്ല ഔത്ത്. എന്നിട്ടെന്താ പിന്നെ പോന്നേ? നല്ലൊരു സ്ഥലത്തായിരിക്കൂലല്ലോ അല്ലേ? ഭർത്താനം പറഞ്ഞണ്ടല്ലേ. എന്താ മുബാറക്കെ ഗൈസ്? അങ്ങനെ നമ്മുടെ ലൈറ്റിന് എവിടേക്കാ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ മുബാറക്കൊക്കെയാണ് വയറിങ് ചെയ്തിനി. അതെ മുബാറക്ക് ഇപ്പൊ ലൈറ്റൊന്നും കത്തണില്ല. അതെ അതെ, ഗൾഫിൽ നിന്നാണ്ടാണ് CCTV കൂടെ ഇവിടെ പണിക്കാരെ നിയന്ത്രിച്ചിനെന്നുള്ളൂ. ഒരു ബൾബ് പോയിട്ടുള്ളൂ. സ്മെല്ലിങ്ങനെ വരും. അത് വരരുത്. കുടുംബശ്രീന്റെ പെണ്ണുങ്ങൾക്ക് സുഖം വയനാട്ടിലേക്ക് പോരാ. വയനാട്ടിലേക്ക് ടൂർ പോവേ? അല്ല, ഈ മുറ്റത്തിന്റെ പണിയാണ്, പുല്ലക്കണ പണിയാണ്. കട്ട ഇതല്ല, ഇതല്ല വീട്ടില്. എന്താണ് ഇതിന്റെ പ്രത്യേകത? സിങ്ക് വേസ് കൊട്ടത്തിലൊക്കെ കേൾക്കാൻ പറ്റും. വാണടി ഒന്ന് വാങ്ങിക്കളാ. 260 തരണ്ട. ഞാൻ പോകുന്നു പള്ള കരിഞ്ഞ് മണക്കുണ്ട്. 100 റുപ്യാണ് ഒന്നിന് എല്ലായിടത്തും. 130 എന്തിനാ? അല്ല, ആകെ 2 എണ്ണം എടുത്തോളി. അത് കയറൂല, അത് പൊട്ടിക്കാതെ വെച്ചാൽ മതി. അതിന് ഞാൻ ഇപ്പൊ ഇന്നിപ്പോ എത്ര റുപ്യന്റെ ഇങ്ങനത്തെ വാങ്ങിയത് പറഞ്ഞാ? കുറെ വാങ്ങിയില്ലേ? ഇത് പൊട്ടിക്കാതെ വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ. കുട്ടികൾക്ക് കയ്യാകാൻ പറ്റും. കയ്യിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ വാങ്ങാൻ ആളല്ലേ. നിങ്ങൾ ഈ വണ്ടീൻ്റെ ഉള്ളിൽ എവിടെ ടൂറിൽ വരുമ്പോൾ എൻ്റെ ഇതൊക്കെ റെക്സിനൊക്കെ കേൾക്കുക. അതിൻ്റെ ഉള്ളിലെ തുണിയിലാക്കിയിട്ട് കേൾക്കാൻ പറ്റുന്നോ? നല്ല അടുത്താണ്. 200 രൂപ പള്ളി പോണില്ലേ? പള്ളി പോവാൻ നിൽക്കിനി. അപ്പളപ്പൊ നിങ്ങള് ചാമ്പിയത്. ആ ഗൈസ്, ഇന്നത്തെ ദിവസം ഫുള്ള് പൈസ പോക്കാണ്ട. വരവില്ല, ഇന്ന് വരവില്ല. നിങ്ങളെ വീട് എവിടെ? ഹൈസ്കൂളില്
വിജിന്റെ കാര്യമെങ്കിലും ആണ് നിങ്ങള് വിജി ആ ഫോട്ടോ വരക്കണേ നമ്മളെ അയൽവാസി അപ്പുറത്ത് ഇപ്പുറത്ത്. അങ്ങനെയാണല്ലേ. അവനറിയും അവൻ്റെ അമ്മ മരിച്ചു. നമ്മളെ അയൽവാസിനല്ലോ ആദ്യം. ഇവിടെ അവന്റെ അമ്മന്റെ വീട്. അത് ശരി. എടുത്തോളൂ നിങ്ങൾ കാക്കാൻ്റെ കീശയിൽ എടുത്തോളൂ. ഗൂഗിൾ പേ ഉണ്ടോ അടുത്ത്? അതുള്ളൂ സാറ് കേസ്. അപ്പൊ ഫുള്ള് സാധനം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അവസാനം ഇപ്പോ നമ്മളെ മൂപ്പർക്ക് കിട്ടിയത് ചാമ്പാന്. നല്ലൊരു വെള്ളിയാഴ്ച ആയിട്ട് ഇപ്പൊ കായ് പോയി. പള്ളി പോണോ? അതിനിപ്പോ ഇന്നിപ്പോ ഫുള്ള് കായ് പോക്കല്ലേ. മൂപ്പര് പരിപാടി മനസ്സിലായി എനിക്ക്. പെണ്ണുങ്ങളോട് ഇങ്ങോട്ട് പെണ്ണുങ്ങളെ പുകയത്തുക. അതായത് എന്നോട് എന്താ പറഞ്ഞ്, നിങ്ങൾക്കൊന്നും പിഞ്ച മാതിരിയല്ലല്ലോ, നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ലേ. അത് നമ്മളവിടെ ഒരു വായക്കൊലക്കാട് കച്ചവടക്കാരുണ്ട്. ഓനാരും മഷേ വിളിച്ചു, മഷേ എത്ര കിലോ നമ്മൾ എടുക്കണെന്ന്. അപ്പൊ വരുന്നവൻ ചിലപ്പോ സ്കൂൾ കൂടി പോകാത്തവനേക്കാരം. ആ വിളിമ്പ എന്ത് ചെയ്യും, എവിടെ നമ്മള് തൂക്കണ വയ്ക്കും. ഒരു 3 കിലോ പഴം എടുത്താണ്ട് ആൻഡൽമ തൂക്കിയ വെട്ടുമോ എന്നൊക്കെ ചോദിച്ചാ. അതല്ല, എന്നിട്ട് ബിസിനസ് ഉഷാറല്ലേ? ഉഷാറാവട്ടെ എന്തായാലും കച്ചവടമൊക്കെ കേട്ടോ. സ്കാനർ നമ്പറാ സ്കാനറാ? പൈസക്കാര പരിപാടി തന്നെ ആയിക്കോട്ടെ. എന്ത് എന്തായാലും നമ്മളെ നാട്ടില് കാലം മാറലില്ലേ. സാധാരണക്കാർ എല്ലാവരും ബിസിനസ്സിൽ ഫോൺ പേ ഗൂഗിൾ പേ ആയി. നിങ്ങൾക്ക് ആദ്യം ഇതൊന്നും വിശ്വാസമില്ല. ഇനി ഗൂഗിൾ പേ ഫോൺ പേ എന്നൊക്കെ പറയുമ്പോ പൈസ ആയിട്ടാണ് വേണമെന്നൊക്കെ പറയും അല്ലേ. അങ്ങനത്തെ പൈസ പോയിക്കണെന്ന് എല്ലാവരുടെ വീട്ടിലും ഗൂഗിൾ പേ ആവും. അവസാനിക്ക് മൊബൈൽക്കാരാ മനുല്ലേ, ഓനാ ഗൂഗിൾ പേ ഉണ്ടാക്കി തന്നെ പഠിപ്പിച്ചു തന്നു. അതൊക്കെ വേണേ. കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കണം, മനസ്സിലായോ? നാളെ നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ലൈക്കും കമന്റ് ഒക്കെ അടിക്കണം കേട്ടോ. 2 എടുത്തുക്കണേ ഞങ്ങള്. നല്ല കമന്റ് ഇടണം ഞങ്ങളെ. എന്താ മൂപ്പര് എന്താ പണി ചോദിച്ചു. അതിൽ കുഞ്ഞോള് ബ്ലോഗറാണ്. അപ്പൊ മൂപ്പര് ബ്രോക്കറാന്ന്. നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളെ നാട്ടിലത്തെ ഓരോ കാഴ്ചകളുണ്ടല്ലോ, സാധാരണക്കാരുടെ ജീവിത ശൈലി, ഓരോ ദിവസം ഓരോ ആളുകൾ അനുഭവിക്കുന്ന വേദനകള്, അവരുടെ പ്രശ്നങ്ങള്. ലൈവ് ഉണ്ട്. ഞാൻ ഇപ്പം ഇന്ന് രാവിലെ അല്ല ഇപ്പോൾ അങ്ങനെ പോകാൻ ഉദ്ദേശിച്ച ആളാട്ടോ. എനിക്ക് തോന്നി ഇങ്ങനെ പോകുക അതിന് വന്നാ ഞാൻ അതുകൊണ്ട് ഇപ്പൊ 2 കച്ചവടമായില്ലേ. അവിടെ എടുത്തു. നമ്മളെ അയൽവാസികളാ. ഞങ്ങളൊക്കെ പറഞ്ഞാല് സാധാരണക്കാരൻ മനസ്സിലാവുന്ന ആൾക്കാരാ. അതോ ഞങ്ങൾക്കിപ്പോ ഇത് ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ എടുക്കും അത്. കാരണം നിങ്ങളിപ്പോ അങ്ങനെ വന്നതല്ലേ. ഇന്ന് രാത്രി ഗൈസിന്റെ ഫേസിൽ നല്ല ക്ഷീണുണ്ട്. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തേനി. ഇന്നലെ രാത്രി എത്ര മണിക്ക് എത്തിയേ? 10:30 എത്തിയ. മണ്ടിപ്പാച്ചിലാണ്. തിരുവനന്തപുരത്തെ ഒരു മറ്റേ ബീച്ചില്ലേ, അതിൻ്റെ ഒരു പ്രൊമോഷൻ ഉണ്ടായി. കോവളം ബീച്ചില്ലേ, അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതേന്. ഫോറിൻ അമേരിക്കക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ പരിപാടി അങ്ങനെയാണ്, ഫുൾ ഇന്റർനാഷണലാണ്. എന്തോ ഒരു ഇതായിക്കണം. എന്തായാലും അപ്പൊ നമ്മളെ ഏട്ടനാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വീട്ടിൽ കൂടി ഒക്കെ വരുമ്പോ അല്ലെ ലൈക്ക് ചെയ്യണ്ട, ലൈക്ക് ചെയ്യാൻ നിങ്ങളടുത്ത് ചാനലൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് കാണിച്ചാ സ്മെല്ലുണ്ടാവും. അതായത് ഞാൻ ബ്യൂട്ടി പാർലറിൽ വർക്ക് എടുത്തപ്പോ നമ്മളൊരു ചങ്ങായി ഈ കടയിലത്തെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പച്ച സാധനം ഉണ്ടാക്കിനി. ഉണ്ടാക്കിയതാണ്. എന്തൊക്കെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, പുൽത്തൈലം പോലത്തെ ഒരു സാധനം. അത് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ, പക്ഷെ അത് സ്പ്രേ ചെയ്താൽ കടൻ്റെ ഉള്ളിൽ നല്ല സ്മെല്ല് ചെയ്യാം. അപ്പം അങ്ങനെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ ഇതേപോലെ കുട്ടികൾ മൂത്രം ഒഴിക്കുക, ഇതാവുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് സ്മെല്ല് ഉണ്ടാവുക. നമുക്ക് ചിലപ്പോൾ അറിയില്ല. അപ്പോൾ ചെറിയൊരു കറസീറ്റ് കൊണ്ട് അല്ലെങ്കിൽ വൃത്തിയിലെ കറസീറ്റ് എടുക്കുക, അതിൽ തുള്ളി വെച്ചിട്ട് അങ്ങനെ തൂക്കുക എല്ലാം വാങ്ങുക. അതേമാതിരി സിങ്ക്, വേസ്, കൊട്ടത്തളങ്ങൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക. പിന്നെ രാത്രി ചില മഹാമൂരാച്ചിയുടെ ചില താത്താർ ചെയ്യൂല. ഞാൻ രാത്രി രാത്രി ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് കടന്നിറങ്ങാൻ പോവുക. കാരണം അവിടെ നിന്നാണ് സ്മെല്ലൊക്കെ വരിക നമ്മൾ ടോയ്ലറ്റിൽ നിന്ന്. കാരണം രാവിലെ തൊട്ട് പോയ തുടങ്ങിയാലുണ്ടാവും ബാത്റൂമിൽ. ക്ലീൻ ചെയ്യില്ല രാത്രി കേട്ടോ. ഒന്നും ചെയ്യും അല്ല, ചെയ്യണത് നല്ലതാണ്. സ്പ്രേ കുപ്പിയിലാക്കി വെച്ചാൽ മതി. സ്പ്രേ ചെയ്യാൻ വരതൊന്നും വേണ്ട.
പിന്നെ ചിലതിന്റെ സ്മെല്ലുണ്ട്, അതായത് ബാഡ് സ്മെല്ലല്ല, പക്ഷെ ഭയങ്കര കുത്തലും. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചിലപ്പോ അതിന്റെ കുത്തലുണ്ടാവും. ഇതിനകം ഉണ്ടാവില്ല, കാരണം ഇത് ആയുർവേദിക് ആണ് അല്ലേ? നോർമലാണ്. ഇത് കുടുംബശ്രീന്റെ ആണോ? കുടുംബശ്രീന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ? അപ്പൊ കുറെ സ്ത്രീകളൊക്കെ ഉള്ള സ്ത്രീകളുടെ അധ്വാനമൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഏതായാലും 2 ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പൊ പള്ളിയിൽ പോയുള്ള പരിപാടി. ഇനി തറവാട്ടിലൊന്ന് പോകണം, ഉമ്മാനൊന്ന് കാണണം. അതിനുശേഷം നമ്മള് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കും. അപ്പൊ ഇന്ന് 2:30 ഉച്ച ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഈ വ്ളോഗ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ നമ്മളെ വ്ളോഗ് കണ്ടാണ് നിങ്ങളോട് ആരെങ്കിലും ഒക്കെ അഭിപ്രായം ആ വ്ളോഗിൽ കണ്ടിരുന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തോലോട് പറയണ്ടേ? ഞാൻ ഇങ്ങനെ കൊടുത്ത ആളാണ്. ചങ്ങായി സൂപ്പറാട്ടോ, നല്ല സ്വഭാവം, നല്ല വിദ്യാഭ്യാസം ഉള്ളൊരു ചെറുക്കം. അമേരിക്കയിലൊക്കെയാണ് അവന് വീഡിയോ ചെയ്യല് എന്നൊക്കെ പറഞ്ഞോണ്ടേ. അതിപ്പോ മുടക്കൊന്നുമില്ലല്ലോ. തൊള്ളേനെ മുടക്കല്ലോ. അതെ, എനിക്ക് വെറുതെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, ആൾക്കാരുടെ ഇടയിൽ ഒരു വില കിട്ടല്ലേ, നമുക്കൊരു കാര്യം. അതെ, എനിക്കൊരു കാര്യം. അതെ. അപ്പൊ എല്ലാരും നമ്മളെ ഏട്ടനെ സപ്പോർട്ട് ചെയ്യട്ടെ. നിങ്ങൾ പേരെന്താ? സുബ്രഹ്മണ്യൻ. ഓക്കെ. അപ്പൊ ലൈക്കും കമന്റ് ഒക്കെ അടിക്കട്ടെ ഗൈസ്. അപ്പൊ അതിന്റെ പേയ്മെന്റ് കൊടുത്ത ഇതിലിപ്പോ ഇങ്ങനെ കുറെ തൈകൾ ഉണ്ട്. നിങ്ങള് റംബുട്ടാന്, മാങ്ങാമൂച്ചി, അതൊക്കെ ഇങ്ങനെ വലുതാവുമ്പോ കുട്ടികൾ വലുതാവുമ്പോ അവന് വലുതാട്ടെ. അതിപ്പോ മരുന്നടിച്ചതാ. കളനാശിനി പറഞ്ഞാല് പുല്ല് ഇതൊക്കെ ഒന്ന് വാടാൻ വേണ്ടി. ഇല്ല, അത് ഒഴിച്ചടിച്ചേക്കാണ്. മരങ്ങൾക്ക് ബാധിക്കും. കാരണം പുല്ല് നന്നായിട്ട് വളരുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊരു പണിക്കാരൻ കൊത്തി കളിച്ചിട്ടാ മതി. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യണം. ഏതായാലും അടിച്ചത് ഇനി നോക്കട്ടെ. തൈകൾ പോവാണെങ്കിൽ ഇപ്പൊ തന്നെ മാറ്റി കുഴിച്ചിടണം. ഓക്കെ, എന്നാ കാണാം കേട്ടോ. ഓക്കെ. പള്ളിക്കൊക്കെ പോവാണേ, നമുക്ക് പള്ളിക്കൊക്കെ ഉണ്ടേ ഗൈസ്. അങ്ങനെ ഇപ്പൊക്കെ ഇപ്പൊ പള്ളിയിൽ പോകാൻ തുടങ്ങിയിട്ട്, അതായത് ഇപ്പൊക്കെ പറഞ്ഞാൽ നേരത്തെ പള്ളിയിൽ പോവും. കാരണം ഇപ്പൊക്കെ ഒട്ടകത്തിന്റെ കൂലി വാങ്ങുന്ന ആളാ. ഞാൻ പിന്നെ കറക്റ്റ് ബാങ്ക് കൊടുക്കണ നേരത്തെ പോകുള്ളൂ. ഇപ്പൊക്കെ 11:15 ആകുമ്പോ തന്നെ പള്ളിക്ക് പോയി നിൽക്കും. നമ്മളൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ഒരു ആടിന്റെ കൂലിക്ക് കണ്ടാണ് പോവാ. അല്ലേ ജിബ്ര? മനസ്സിലായോ? ഇബ്രാഹിമജില്ലേ പള്ളിക്കൊക്കെ ഉള്ളേ? എന്നാ വേഗം പോരാ, എന്റെ നോളത്തരത്തിന് നേരല്ല ഇവിടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇങ്ങോട്ട് മാറുന്ന ജിബ്രാൻ ഇങ്ങോട്ട് നരിക്കുന്ന ഒരു സൈഡിൽ നിന്ന വേഗം കേട്ടോ. അപ്പൊ ഇനി നമ്മള് തറവാട്ടിൽ പോയി ഇമ്മാനൊന്ന് വിസിറ്റ് ചെയ്തിട്ട് വേഗം പോയി കുളിച്ച് മാറ്റി പള്ളിക്കൊക്കെ പോകണം. ഓക്കെ. എന്ത്? അപ്പൊ ഗൈസ് ഞങ്ങള് ഇനി തറവാട്ട് പോയി ഉമ്മാനെ വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പള്ളിക്കൊക്കെ പോകും അല്ലേ? എങ്ങോട്ട്? പിന്നെന്താ, ഞാൻ പള്ളിക്കൊക്കെ വരലില്ലേ? ഒരൊറ്റടി കരച്ച് അതിന് സ്കൂൾക്ക് പോക്കല്ലേ. ഇന്നലെ പറഞ്ഞ വെള്ളിയാഴ്ച സ്കൂളില്ലാതെ അല്ലാത്ത വെള്ളിയാഴ്ചക്ക് ഇപ്പം പച്ച നോണ പറയട്ടെ ഗൈസ്. നമ്മളെ ചെറുക്കനാണ് പറഞ്ഞിട്ട് കാര്യമില്ല, പച്ച നോണിച്ചാണ് പോ. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വർത്താനാണ് ഒപ്പ പറഞ്ഞത്. എന്ത്? ഇമ്മാമനോട് ചോദിച്ചോക്കാം, ഇമ്മാമ പറയുന്നത് സത്യം എന്ന് പറയുന്നത്. അമ്മനോട് ചോദിച്ചു നോക്കാം കേട്ടോ. നിലത്ത് തുടച്ചൊക്കെ കയറ്റില്ലേ ഗൈസ്? ജിബ്രാനെ അവിടുന്ന് ആട്ടി വിട്ടിരിക്കുകയാണ് ഗൈസ്. തറവാട്ടിൽ നിന്ന്, എന്റെ സ്വന്തം തറവാട്ടിൽ നിന്ന് ജിബ്രാനെ എന്താണ് എന്നോട് പറഞ്ഞത്? അകത്തേക്ക് കയറണ്ട പറയാൻ കാരണം എന്താണ്? നിലം എന്താണ് എന്നോട് എന്താ പറഞ്ഞേ? കേറണ്ട പറഞ്ഞു. എന്താ പറഞ്ഞ? എന്നിട്ട് ഐഷമ്മ എടാ അവിടെ തുടച്ചൂടാ, വെറുതെ ചവിട്ടണ്ടടാ. ഞാൻ പള്ളിക്കൊക്കെ നോക്കില്ല. പള്ളിക്കൊക്കെ പിന്നെ പോകാൻ തന്നെ പറയണതേ. ഇപ്പച്ചിക്ക് ഓർമ്മയില്ലല്ലോ വെള്ളിയാഴ്ചയാണെന്നൊന്നും. ആരാ പറഞ്ഞ? അല്ല ഗൈസ് പറയണോക്കാണ്. ഞാൻ ഇപ്പൊ എന്തെങ്കിലോട് പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, രാവിലെ മുതൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ബീഫിന്റെ ഒരു ത്വര വരുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ഓർമ്മയില്ല പോലോ ഇന്ന് വെള്ളിയാഴ്ചയാണ്. എന്താ ഗൈസ് ഇങ്ങനത്തെ വർത്താനൊക്കെ? നമ്മളെല്ലാരും വീട്ടിലുണ്ടാവും. ഇങ്ങോട്ട് വരി. ബാങ്ക് കൊടുക്കാനോ ആവണല്ലേ ഉള്ളൂ. ബാങ്ക് കൊടുക്കുമ്പോഴത്തെ ഞാൻ പള്ളിക്ക് എത്തും. ഞമ്മളൊക്കെ തന്നെ ഉള്ളു ഇങ്ങനെ ഇത്ര നേരത്തെ പോണോല്. നമ്മളൊക്കെ ബാങ്ക് കൊടുക്കുമ്പോഴേലും നല്ല കുട്ടിയാണ്. എന്റെ അത്ര നല്ല കുട്ടികൾ വേറെ എവിടെ ഉള്ളത്? നമ്മളൊക്കെ ഉള്ളു ഗൈസ് ഈ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് പള്ളിയിൽ പോവുക. അതായത് എന്റെ ഉപ്പയൊക്കെ 11:45 ആകുമ്പോഴത്തേന് പോവും. ഞാനൊക്കെ പറഞ്ഞാല് ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും പോവും. ബാങ്ക് കൊടുക്കും അച്ഛനാക്കണ പൊട്ടിച്ചു ഞാൻ ജിബ്രാനെ. വെറുതെ. പക്ഷെ
ചില ആൾക്കാരുണ്ട് പല വീട്ടിലും ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങുന്ന നേരത്ത് പോവാ. എന്തിനാണ് ഞാൻ ഇങ്ങനെ കാണാൻ വന്നല്ലേ? എന്തിനാണ് ഞാൻ ചെറുക്കടിച്ചത്? ഇതിനെതിരെ പ്രതികരിക്കണം, ശബ്ദിക്കണം. നിങ്ങള് നോണ പറയണതാണെന്ന്. എന്തിനാണ് എന്റെ മക്കളും സ്കൂൾ പോയിട്ടില്ല? ഇന്ന് സ്കൂൾ പോയിട്ടില്ലേ? എന്താണ് സ്കൂൾ കഴിഞ്ഞ്? ഞാൻ ആകെ പൊട്ടിച്ചു പൊടിച്ചു. അതാകെ കൊണ്ടേയൊക്കെ പുറത്ത് കിട്ടള, മിറ്റത്ത് കിട്ടള. അത് പോകുമ്പോലെ അങ്ങനെ കൊണ്ടേക്കോളൂ, റോട്ടിലിട്ടോളൂ. അതിന് ഔത്ത് കയറ്റൂലല്ലേ? ഞാന് ഔത്ത് കയറ്റാൻ അയക്കൂല. ചിഞ്ചൊക്കെ നോക്കണേ ഫുള്ള് ഇതാട്ടോ, കാര്യപ്രാപ്തിയിലെ പെൺകുട്ടി ആയിക്കണം. എന്തല്ലെങ്കിലും ഓക്കന്തല്ലാന്ന് ആരും പറയില്ല. എന്താണ് എന്താണ് ഇനെ പറയണത്? കുരുവോ? എവിടെ? തൊള്ളൻ്റെ ഉള്ളോട്ടെ. ഇതിനെന്താ അണ്ണാക്കിൽ കുരുണ്ടോ? ആ പനിച്ചൂടാണടി. അതൊന്നും പ്രശ്നാക്കല്ലോ. പനിയുണ്ടോ? മൂത്രപ്പുണ്ട്. മൂത്രപ്പഴുപ്പ് കൊടുക്കണ്ടോ? ആ ഗൈസ് അപ്പൊ ബാങ്ക് കൊടുക്കണ്ട്. അപ്പൊ നമ്മള് പള്ളിക്കൊക്കെ പോവാണ്. അപ്പൊ ഇനി എല്ലാവരും ബ്ലോഗിന് ലൈക്കും കമന്റൊക്കെ അടിക്കുക. 5 നേരം പള്ളിയിൽ പോകണം. അൻഷിഫ് മുനിക്കലിന് ഒരു ലൈക്ക്. പിന്നെ എല്ലാവരോടും പറയാം, ഒരു കമന്റ് നിങ്ങൾ ഇതിൽ അടിക്കണം. നല്ലൊരു കമന്റ്, നമ്മളെ പുകഴ്ത്തിയൊരു കമന്റ് ഇടുമ്പോൾ എന്തൊരു സന്തോഷിക്കാരം. ആ പുകഴ്ത്താനൊക്കെ എന്തൊക്കെ ഉണ്ട്. എന്ത് ആരാണ് നിസ്കരിച്ചാത്തേ? പള്ളിക്കൊക്കെ പോവില്ല. ഈ മക്കൾക്ക് അറിയാലോ പോണ്ടെങ്കി. ഞാനല്ലേ ഇപ്പൊ കാണാത്തുള്ളൂ. ഞാൻ പള്ളിക്കൊക്കെ പോകില്ല. പോകുന്നു പറഞ്ഞാണ്ട് ടൂർ ഞങ്ങള് പോകും. അബ്രുവിന് ക്ലാസ് ഉണ്ടോ? എനിക്കില്ല. എന്നായിക്കോട്ടെ ഗൈസ്, ബാങ്ക് കൊടുക്കണ്ട്. എന്നാ ശരി കേട്ടോ, പോയോക്കോട്ടോ ഗൈസ്. ഓക്കെ, പായാ നിക്കല്ലേ, വണ്ടിയാള് വരും ഗൈസ്. അപ്പൊ ഞങ്ങള് പള്ളിയിൽ പോകാൻ വേണ്ടിട്ട് പോവുകയാണ്. ആരൊക്കെ പോരുന്നേ? നിങ്ങളോടല്ലേ ചോദിച്ചേ, ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചേ. ആരൊക്കെ ഗൈസ് പള്ളിക്കൊക്കെ വരുന്നത്? നമ്മളപ്പോ വരുന്നുണ്ടോ? വരുന്നുണ്ട്. വേഗം മാറ്റി കുളിച്ച് നിന്നോളി. നമ്മളപ്പം പക്ഷേ ഓലോട് ചോദിച്ചിട്ട് കാര്യമില്ല ഓൽക്ക്, കാരണം ഈ വീഡിയോ 2 മണിക്കൊക്കെ വരും, 2:30-ക്കൊക്കെ. അപ്പം നിങ്ങൾ കുളിച്ച് നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കുളിച്ചാടെ ഞങ്ങൾ പള്ളിക്കൊക്കെ പോയിക്കൂല. അടുത്ത ആഴ്ച പോരാ ചെപ്പം. ഈ ആഴ്ച കുളിച്ച് നിന്നാൽ അടുത്ത ആഴ്ച ചെപ്പം പോരാ അല്ലേ ഇബ്രു? അതെ, അടുത്ത ആഴ്ച വേഗം കുളിച്ച് നിന്നോളി. കാരണം ഇബ്രൊക്കെ പോരും പള്ളിക്ക്. ഇബ്രുവിന് പള്ളിക്കൊക്കെ വരാൻ മടിയൊന്നുമില്ല, പക്ഷെ കുളിച്ചാൻ മടിയാ അല്ലേ? അതാ മടി. അതെന്തിനാ പിന്നെ? സോപ്പ് തേക്കാനുള്ളതല്ലേ, സോപ്പ് മുണുങ്ങാനുള്ള. ആണാ ഇബ്രുവിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാല്, ഇബ്രുവിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഇബ്രുവിന് അന്തല്ല. കുത്തല്ലേ. പിന്നെ അവന് പള്ളിക്കൊക്കെ പോരാൻ മടിയൊന്നുമില്ല കേട്ടോ, പക്ഷെ കുളിച്ചാതെ പോരാണെങ്കിലും ഉണ്ടാവുള്ളൂ. ഇതെടുത്ത ഈ സാധനം എടുത്ത പൈപ്പറിന്റെ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് ഇടുന്ന ടൈം വല്ല വണ്ടിയും കയറിയാണ്ട് അത് പൊട്ടിയാൽ പ്ലാസ്റ്റിക് ആണ് ഒഴിവാക്കിക്കളയാ. ഒന്നൊരു സാധനം കണ്ട ഈ ടേബിൾ ഇപ്പം നിങ്ങൾ കണ്ടേക്കും. ഒരു 2 ആഴ്ച ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത്. ഇതുവരെ ഒന്നും ഉള്ളിൽ വെച്ചിട്ടില്ല. കാരണം എന്താ, അതിൻ്റെ കമ്പ്യൂട്ടറുമ്മക്കില്ല ടേബിളല്ലേ. ഞാൻ വെക്കട്ടെ, അതാണ് മോളെ കണക്ക്. കുഞ്ഞോളെ റാഷിദ സിപ്പിൻ്റെ പതുക്കെ ഇബ്രാഹിം അതിനൊന്ന് കൊടുക്ക്. ആ കുട്ടി ഉറങ്ങുന്നതിൽ ബോധമില്ലാത്തൊരു എന്താ, കുട്ടി ഉറങ്ങൂല. പിന്നെ കുട്ടി ഉറങ്ങിയിട്ടില്ലേ? കണ്ട അതിനൊന്ന് കൊടുക്ക്. അതിങ്ങനെ വർത്താനം പറക്കണം. ഒന്ന് ആദ്യം പിന്നെ കൊടുത്തിക്കണേ, പിന്നെ ഓരോ മറ്റോനാ മുട്ടൂലേ. എല്ലാം വേണം ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. എന്താ ബീഫും ലിവറൊക്കെ? ഇതെന്താ പെട്ടിയില്? എന്ത് വൈപ്സ്? എനിക്ക് പിന്നെ ഡയലി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യലാണ് എൻ്റെ പണി. പൈസ ഉണ്ടല്ലോ എൻ്റെ അടുത്ത്.
അത് കേട്ട് ഇല്ലാതെ വെക്കാന്നുള്ളതാണല്ലോ എന്റേത്. എത്ര കൊടുത്തത്? ആർക്ക് എത്ര കൊടുത്ത? ആർക്ക് കൊടുത്തത്? ഇത് 136. അതാ ചോദിച്ചത്. ഈ 4-ത്തിന് 136 ഒന്നുകൂടി ഇല്ലേല് മീഷോന്ന് ഗൈസ് നോക്കുകയാണെങ്കിൽ നോവലിന്റെ വൈബ്സ്. ഇത് സത്യത്തിൽ ഒന്നിന് തന്നെ എത്ര ഉണ്ട് അറിയോ? 145 ഉറുപ്പ്യ വിലയുള്ള സാധനമാണ്. ഇത് 4 ഈ ഒരു പാക്കിൽ 72, 4 100 സംതിങ് 130 റുപ്യന്റെ റേഞ്ചില്. ചിലപ്പോ ഇത് ഡേറ്റ് ചിലപ്പോ കുറച്ച് അല്ലല്ലേ, ഡേറ്റും ഉണ്ട് കേട്ടോ, 27 വരെ ഉണ്ട്. എന്താ ദീപാവലിന്റെ എന്തോ ഒരു ഓഫർ നടക്കുന്നുണ്ട് നോവലോ? നമ്മളെ ഫ്ലിപ്കാർട്ട് സെയിലൊക്കെ പോലെ അല്ലേ? ശിക്കുവാണെങ്കിൽ ഒരു 2 കെട്ട് കൂടി വാങ്ങിച്ചാൽ മതി ഇങ്ങനത്തെ അല്ലേ? കുട്ടികൾക്കൊക്കെ ആവശ്യമുണ്ട്. നേരത്തെ വാങ്ങിയ സെയിം സാധനം 4 200 സംതിങ് ഓഫർ 180. അപ്പൊ ഒന്ന് കാറിൽ വെക്കണം കേട്ടോ. എന്റെ നിങ്ങളെ റൂമിൽ എന്തിനാണ് കുളിച്ചാത്ത അനക്ക് എന്തിനാണ്? കുളിച്ചാത്ത അനക്ക് എന്തിനാണ്? ഒന്ന് ഞങ്ങളെ റൂമിലോ ബേബിന്റെ ഒന്നല്ല 2 എടുത്തേക്ക. ഒന്ന് കാറിലും വെക്കണം, ഒന്ന് സ്കൂട്ടിയിലും വെക്കണം, ഒന്ന് എന്റെ മറ്റേ സൈക്കിളിലും വെച്ചളാ. ഇതേ നമുക്ക് എവിടേക്കും പോകുമ്പോഴൊക്കെയാണ് ഇതിന്റെ ഉപയോഗം ഉണ്ടാക്കുക. എന്നായിക്കോട്ടെ, ഞാൻ കുളിച്ച് പള്ളിയിൽ പോയി അപ്പോഴത്തേന് ബീഫ് വേവണം. ഓക്കെ, ബീഫിന്റെ സ്മെല്ല് ഇങ്ങനെ വരണം പുറത്തേക്ക് ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോ. ഓക്കെ എന്നാ എന്നായിക്കോട്ടെ, എന്നാ ശരി ഗൈസ്. വിയേത്ത് എന്റെ കുട്ടി നല്ല കുട്ടിയാ. പള്ളിക്കൊക്കെ വരണേ ജി? പക്ഷെ നിങ്ങളൊക്കെ ഒരുങ്ങുമ്പോഴത്തേന് എനിക്ക് നേരം വരും. ഞാൻ പോട്ടെ.